أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الأهلة قل هي مواقيت للناس والحج وليس البر بأن تأتوا البيوت من ظهورها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അൽ ബഖറയിലെ 190 വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: പിറവി ചന്ദ്രന്മാരെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു, പറയുക, അവ മനുഷ്യർക്ക് പൊതുവെയുള്ള കാര്യങ്ങൾക്കും ഹജ്ജിനുമുള്ള കാലസൂചകങ്ങളാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ അവയുടെ പിൻഭാഗങ്ങളിലൂടെ കടന്നു ചെല്ലുന്നത് നന്മയല്ല, എന്നാൽ ദോഷബാധയെ സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ സൽക്കർമ്മി. നിങ്ങൾ ഭവനങ്ങളിൽ അവയുടെ വാതിലുകളിലൂടെ ചെല്ലുക. അള്ളാഹുവിനെ ഭയപ്പെടുക, നിങ്ങൾ വിജയം പ്രാപിക്കുന്നതിന് വേണ്ടി. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത്, റമദാൻ മാസത്തിൽ അള്ളാഹു തങ്ങളോട് എത്രത്തോളം അടുക്കുന്നുവെന്നും തങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നുവെന്നും കണ്ടപ്പോൾ ബാക്കിയുള്ള മാസങ്ങളെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ സ്വഹാബികളുടെ മനസ്സിൽ ആഗ്രഹം ജനിച്ചു. അങ്ങനെ അവർക്കും ആ മാസങ്ങളിലെ അനുഗ്രഹങ്ങൾ കൂടി നേടിയെടുക്കാമല്ലോ. ഇതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ചന്ദ്രക്കലകളെക്കുറിച്ച് അവർ അങ്ങയോട് ചോദിക്കുന്നു. അങ്ങ് പറയുക, അവ ജനങ്ങൾക്ക് സമയം കണക്കാക്കാനുള്ള മാർഗങ്ങളാണ്. ഹിയ മവാഖീതു ലിന്നാസ്, അതായത് ഓരോ ചന്ദ്രമാസവും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അതിന് മാത്രമായി പ്രത്യേക ശർഈയായ, അതായത് നിയമപരമായ വിധികൾ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് കഴിഞ്ഞുപോയതോ വരാനിരിക്കുന്നതോ ആയ കാര്യങ്ങളുടെ സമയം തിരിച്ചറിയാനാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞതിലൂടെ സാധാരണക്കാർക്ക് ഉപകരിക്കുന്നത് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള മാസങ്ങളാണ് എന്ന് വ്യക്തമാക്കി. സൂര്യൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ ശാസ്ത്രീയമായി അറിവുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. സാധാരണക്കാർക്ക് അതിന് കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ അള്ളാഹു പറയുന്നു, വൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി. ചന്ദ്രമാസങ്ങൾ കൊണ്ടുള്ള രണ്ടാമത്തെ ഗുണം ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ്. ഹജ്ജ് ചന്ദ്രമാസത്തിൽ നിശ്ചയിക്കപ്പെട്ടതിനാൽ അത് വർഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും മാറി മാറി വരുന്നു. ഇതുവഴി വിവിധ പ്രകൃതിയുള്ളവർക്കും ഉഷ്ണമേഖലയിലോ ശീതമേഖലയിലോ താമസിക്കുന്നവർക്കും തങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഹജ്ജിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. ഹജ്ജ് സൗരമാസത്തിലായിരുന്നു നിശ്ചയിച്ചിരുന്നെങ്കിൽ അത് എല്ലാ വർഷവും ഒരേ മാസത്തിൽ തന്നെ വരുമായിരുന്നു. അപ്പോൾ പലർക്കും ഹജ്ജ് ചെയ്യുക എന്നത് അസാധ്യമായി മാറുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹജ്ജ് വർഷം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നതിനാൽ ഓരോരുത്തർക്കും സൗകര്യപ്രദമായ സമയത്ത് മക്കയിലേക്ക് യാത്ര തിരിച്ച് ഹജ്ജിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കുന്നു. ഹിയ മവാഖീതു ലിന്നാസ് എന്നതുകൊണ്ട് ഇസ്ലാം ചന്ദ്രനെ മാത്രമേ സമയം കണക്കാക്കാൻ അംഗീകരിക്കുന്നുള്ളൂ എന്ന് കരുതരുത്. ഖുർആനിലെ മറ്റു വചനങ്ങളിൽ സൂര്യനെയും സമയം കണക്കാക്കാനുള്ള മാർഗമായി പറഞ്ഞിട്ടുണ്ട്. സൂറ യൂനുസിൽ അല്ലാഹു പറയുന്നു, അവനാണ് സൂര്യനെ പ്രകാശമാനമാക്കിയതും ചന്ദ്രനെ ശോഭയുള്ളതാക്കിയതും വർഷങ്ങളുടെ എണ്ണവും കണക്കും നിങ്ങൾ അറിയുന്നതിനായി ചന്ദ്രനെ സ്ഥാനങ്ങൾ നിശ്ചയിച്ചു. സൂറ നാമിൽ അല്ലാഹു പറയുന്നു, അവൻ പ്രഭാതത്തെ വിടർത്തുന്നവനാണ്. അവൻ രാത്രിയെ ശാന്തിയായും സൂര്യനെയും ചന്ദ്രനെയും കണക്കാക്കാനുള്ള മാർഗമായും നിശ്ചയിച്ചു. അതുപോലെ സൂറ റഹ്മാനിൽ അല്ലാഹു പറയുന്നു, സൂര്യനും ചന്ദ്രനും കൃത്യമായ കണക്കിന് അനുസരിച്ചാണ് ചലിക്കുന്നത്. അശംസു വൽ ഖമറു ബിഹുസ്ബാൻ, അതായത് അവയുടെ ചലനം നിയമരഹിതമല്ല, മറിച്ച് ഒരു നിശ്ചിത സമയത്തിന് വിധേയമാണ്. ഈ നിയമം കാരണമാണ് ഭൂമിയിലെ സസ്യങ്ങളും മരങ്ങളും വളരുന്നതും ഫലം നൽകുന്നതും. സൂര്യചന്ദ്രന്മാരില്ലായിരുന്നുവെങ്കിൽ ദിവസങ്ങളും വർഷങ്ങളും കണക്കാക്കുക അസാധ്യമാകുമായിരുന്നു. കണക്കുകൾ സൂക്ഷിക്കാൻ സ്ഥിരമായ ഒരു വസ്തു ആവശ്യമാണ്. ഉദാഹരണത്തിന്, ഒരു സ്ഥലത്തിൻ്റെ ദൂരം അളക്കാൻ ഒരു കിണറിനെയോ മരത്തെയോ ആധാരമാക്കുന്നത് പോലെ സമയത്തിൻ്റെ ദൂരം അളക്കാൻ സൂര്യചന്ദ്രന്മാർ അനിവാര്യമാണ്.
ഇസ്ലാം അതിൻ്റെ ആരാധനകളിൽ സൂര്യനെയും ചന്ദ്രനെയും ഒരേപോലെ ഉപയോഗിക്കുന്നു. നമസ്കാര സമയങ്ങളും നോമ്പിൻ്റെ സമയവുമെല്ലാം സൂര്യൻ്റെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ ആരാധനകൾ പ്രത്യേക മാസങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ചന്ദ്രനെ അവലംബിക്കുന്നു. റമദാനും ഹജ്ജും ചന്ദ്രമാസത്തിൽ നിശ്ചയിച്ചതിനാൽ ഒരു വിശ്വാസിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും അള്ളാഹുവിനെ ആരാധിക്കാൻ കഴിഞ്ഞു എന്ന് അഭിമാനത്തോടെ പറയാം. നോമ്പ് ചന്ദ്രമാസത്തിലായതിനാൽ 36 വർഷം കൊണ്ട് അതൊരു വട്ടം പൂർത്തിയാകുന്നു. ഒരിക്കൽ അത് ജനുവരിയിലാണെങ്കിൽ മറ്റൊരിക്കൽ ഏപ്രിലോ ആഗസ്റ്റിലോ വരാം. എന്നാൽ സൗരമാസത്തിലായിരുന്നുവെങ്കിൽ അതെപ്പോഴും ഒരേ മാസത്തിൽ തന്നെ വരുമായിരുന്നു. ആരാധനയെ കൂടുതൽ വിശാലമാക്കാനും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ആരാധനക്കായി മാറ്റിവെച്ചു എന്ന് മനുഷ്യന് ബോധ്യപ്പെടാനും വേണ്ടിയാണ് ചന്ദ്രമാസങ്ങളെ ഇതിനായി തിരഞ്ഞെടുത്തത്. എങ്കിലും വർഷത്തിൻ്റെ ആരംഭവും അവസാനവും കണക്കാക്കാൻ മനുഷ്യബുദ്ധിക്ക് സൂര്യനാണ് കൂടുതൽ തൃപ്തി നൽകുന്നത്. സാധാരണക്കാർക്ക് എളുപ്പം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകളാണ്. പിന്നീട് പറയുന്നു, വലൈസൽ ബിർറ ബി അൻ തഅത്തുൽ ബുയൂത മിൻ ളുഹൂരിഹ, വീടുകളുടെ പിൻഭാഗത്തൂടെ പ്രവേശിക്കുന്നതല്ല പുണ്യം. ഇസ്ലാമിന് മുൻപ് അറബികൾക്കിടയിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു. ഹജ്ജിനായി ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കയറേണ്ടി വന്നാൽ അവർ വാതിലിലൂടെ കയറില്ല, പകരം വീടിന് പിന്നിലെ മതിൽ ചാടിക്കടന്നാണ് വന്നിരുന്നത്. ഇതിനെക്കുറിച്ചാകാം ഈ സൂക്തം പറയുന്നത്. എന്നാൽ ഹുസൂർ പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ഓരോ കാര്യത്തിനും നിശ്ചയിക്കപ്പെട്ട ശരിയായ മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് ഇതിൻ്റെ സാരം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. റമദാനിൽ കഷ്ടപ്പെട്ട് ഞങ്ങൾ അള്ളാഹുവിനെ കണ്ടെത്തി, ഇനി ബാക്കി മാസങ്ങളിൽ ദൈവ സാമീപ്യത്തിനായി ഞങ്ങൾ എന്ത് കഷ്ടപ്പാടുകളാണ് സഹിക്കേണ്ടത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണിത്. നിങ്ങൾ സ്വയം കൂടുതൽ കഷ്ടപ്പാടുകൾ വരുത്തി വെക്കുന്നതിലല്ല കാര്യം, മറിച്ച് അള്ളാഹു നിശ്ചയിച്ചു തന്ന നന്മയുടെ വഴികളിലൂടെ ചലിക്കുന്നതിലാണ്. ഒരു യജമാനന് തൻ്റെ വേലക്കാരനെ വിളിക്കുമ്പോൾ അവൻ മതിൽ ചാടിക്കടന്നു വരികയും മതിൽ ചാടാൻ പ്രയാസമായതുകൊണ്ടാണ് വൈകിയത് എന്ന് പറയുകയും ചെയ്താൽ യജമാനന് സന്തോഷിക്കുമോ? അവൻ കഷ്ടപ്പെട്ടല്ലോ എന്ന് കരുതി സമ്മാനം നൽകുമോ? അതുപോലെ അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ച് പുതിയ വഴികൾ ഉണ്ടാക്കുന്നത് നന്മയല്ല. ശരിയായ വഴിയിലൂടെ വരിക എന്നതാണ് ഉത്തമം. പിന്നീട് അല്ലാഹു പറയുന്നു, വൗത്തുൽ ബുയൂത മിൻ അബ്വാബിഹ വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, വാതിലുകളിലൂടെ തന്നെ വീടുകളിൽ പ്രവേശിക്കുക, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ നിങ്ങൾ വിജയിക്കാം. വിജയം എപ്പോഴും ശരിയായ വഴിയിലൂടെ വരിക എന്നതാണ്. യുദ്ധസമയത്ത് ആയുധം ഉപയോഗിക്കാൻ പഠിക്കാതെ വെറുതെ ശത്രുവിന് മുന്നിൽ ചെല്ലുന്നത് നന്മയല്ല. വിജയിക്കാൻ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളെയും മാർഗങ്ങളെയും ഉപയോഗിക്കണം. അള്ളാഹു നൽകിയ വഴികളെ അവഗണിക്കുന്നത് അവൻ്റെ നിയമങ്ങളോടുള്ള അവഹേളനമാണ്. അതിനാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക, സ്വന്തമായി പുതിയ മാർഗങ്ങൾ ഉണ്ടാക്കരുത്. റമദാനിലെ നോമ്പ് വലിയ പുണ്യമാണ്. എന്നാൽ അത് കണ്ട് മറ്റേതെങ്കിലും മാസത്തിൽ 30 നോമ്പ് സ്വന്തമായി എടുക്കുകയും അതിലൂടെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താം എന്ന് കരുതുകയും ചെയ്യുന്നത് വാതിലിലൂടെയല്ലാതെ മതിൽ ചാടി അകത്ത് കടന്ന് ഞാനെത്ര കഷ്ടപ്പെട്ടാണ് വന്നത് എന്ന് പറയുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ള ഒരാളെ ആരും പുകഴ്ത്തില്ല, മറിച്ച് എല്ലാവരും അയാളെ കുറ്റപ്പെടുത്തുകയേ ഉള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലി മുഹമ്മദ്.